കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിയായിരുന്നു ഷാഇറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിയായിരുന്നു മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കവിതകളിൽ പെട്ടതാണ് فأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. എന്താണ് അതിന്റെ അർത്ഥം? വഅഹ്സനു മിൻക ലം തറ ഖത്ത് ഐനി. നബിയേ, എന്റെ കണ്ണുകൊണ്ട് അങ്ങയേക്കാൾ നല്ല ഒരു വ്യക്തിയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങയുടെ ഭംഗിയുള്ള അത്ര ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. അങ്ങയുടെ ഭംഗിയുള്ള അത്ര ഒരു കുട്ടിയെയും ഒരു ഉമ്മയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും തങ്ങൾ സംരക്ഷണം നൽകപ്പെട്ടവരായ നിലയിൽ, എല്ലാ ഐബിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും തങ്ങൾ വളരെ മോചിതനായ നിലയിൽ തങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. തങ്ങളുടെ ആ സൃഷ്ടിപ്പിന്റെ ആ കോലവും ആ രൂപവും ഒക്കെ കാണുമ്പോൾ തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു സൃഷ്ടിയെ അല്ലാഹു സൃഷ്ടിച്ചതുപോലെ ഉണ്ട് നബിയേ. കാരണം അങ്ങയേക്കാൾ പവറുള്ള ഒരു വ്യക്തി ഇന്നേ വരെ ലോകത്ത് ജനിച്ചിട്ടില്ല നബിയേ. ഈ ആശയം കുറിക്കുന്ന ഒരു കവിത മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുക എന്നുള്ളത് വലിയ പുണ്യകരമാണെന്നും അതിൽ കൂലിയുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഇന്റെ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ സുബ്ഹി നിസ്കരിച്ച ഉടനെ മൗലിദ് പാരായണമുണ്ട്. അന്ന് 12 അന്ന് പുലർച്ചയും അതിന് ശേഷം നടക്കുന്ന വലിയ പരിപാടിയിൽ എല്ലാവരും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഹസ്സാനെ, നിങ്ങള് എന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വല്ലതും പാടിയിട്ടുണ്ടോ, പാടാറുണ്ടോ? ഉടനെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞു, എങ്കിൽ അതൊന്ന് പാടും, ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓരോന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മഹാന്മാരുടെ മൗലിദ് കഴിക്കുന്നതിന് വല്ല പുണ്യമുണ്ടോ? നബി തങ്ങൾ പാടിയിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമുക്ക് പറയാം, ഔലിയാക്കളിൽ ഏറ്റവും വലിയ നേതാവ്, ഔലിയാക്കളിൽ ഏറ്റവും വലിയ വലിയ ആരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങളുടെ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, അത് ചൊല്ലിക്കൊടുക്കുന്നു. ഉടനെ ചൊല്ലരുത്, ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. അത് തന്നെയാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. അപ്പൊ നമുക്ക് ബദരീങ്ങളുടെ മൗലിദ് ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാൻ പറ്റും. മഹാന്മാരുടെ മദ്ഹ് പറയാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പാടുന്നു. എന്താണ് പാടുന്നത്? ഹസ്സാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് പാടാണ്,
طار المنيف وقد طاف العدو به إذ يصعد الجبل. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഉയർന്ന പർവ്വതം, ആ ഉയർന്ന ആ സ്ഥലത്തുള്ള ഗുഹയുണ്ടല്ലോ, ആ ഗുഹയിൽ തങ്ങളെ കൂടെ നിഴൽ പോലെ പിന്തുടർന്ന തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതാണ് രണ്ടിൽ രണ്ടാമത്, അഥവാ രണ്ടിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, രണ്ടാമത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേ രണ്ടിൽ രണ്ടാമനായിരുന്നു. മാത്രമല്ല പർവ്വതങ്ങളിൽ കയറിയ സമയം അതാ തോഫൽ ബിഹി, ശത്രുക്കൾ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശത്രുക്കൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടിൽ രണ്ടാമനായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയതി ലം യഅലിം ബിഹി റജുലാ. അല്ലാഹുവിന്റെ തിരുദൂതനായ തങ്ങളെ, ആ തങ്ങളുടെ സ്നേഹത്തിനും വല്ലാത്ത മനസ്സിൽ കയറിയിറങ്ങിയ മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തുല്യമായ ഒരാളുമില്ലെന്ന് തങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അർത്ഥം കുറിക്കുന്ന ഈ രണ്ട് വരികളങ്ങ് പാടിയപ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തിരിച്ച്, സ്വദഖത യാ ഹസ്സാൻ ഹുവ കമാ ഖുൽത. അല്ലയോ ഹസ്സാനേ, നിങ്ങൾ പാടിയത് സത്യമാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം? അപ്പോ മുന്നിലുള്ള തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. മുന്നിലുള്ള തന്റെ കവിയോട്, ആ സ്വഹാബിയോട് ചോദിച്ചപ്പോ ആ സ്വഹാബിയുടെ മനസ്സിൽ എത്രയാണ് ഞാനും എന്റെ സിദ്ദീഖും തമ്മിലുള്ള ബന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചു. അവിടെ നിന്ന് പാടിക്കൊടുത്തു. അത് സമ്മതിച്ചു. ശരിയാണ്, കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. ഇരിക്കട്ടെ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിലാണുള്ളത്. അതിലെ സംഭവ വികാസങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോ മക്കയിൽ നിന്ന്, മക്കയുടെ സമീപത്തുള്ള ഗുഹയാണ് സൗർ ഗുഹ. ആ മക്കയിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി എന്ന് പറയുന്നത് വെള്ളി എന്ന് പറയാം. അപ്പൊ വെള്ളിയാഴ്ച അവിടെ നിന്ന് പുറപ്പെട്ടു, താമസമാക്കി. വെള്ളി, ശനി, ഞായർ വരെ 3 ദിവസം സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ താമസിച്ചു. ഈ താമസം കഴിഞ്ഞു. ഈ താമസം ആർക്കും അറിയില്ല. അറിയുന്ന ആരാ? ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള, പെൺമക്കളായ അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, ഇവരാണ് അറിയാം. പിന്നെ സേവകന്മാരിൽപ്പെട്ട ആമിർ ഇബ്നു ഫുഹൈറ, ഇവർക്കും മാത്രമേ അറിയൂ, വേറെ ഒരാൾക്കും അറിയില്ല. അബ്ദുള്ള പകല് മക്കയിൽ ചുറ്റിങ്ങനെ നടന്ന് ശത്രുക്കള് അവരുടെ നീക്കുപോക്കങ്ങളൊക്കെ അറിഞ്ഞ് മെല്ലെ രാത്രി ഗുഹയിൽ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വിവരങ്ങൾ ഇങ്ങനെ കൈമാറും. ആമിർ ഇബ്നു ഫുഹൈറ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആടുകളൊക്കെ മേച്ച് നടന്ന് അവസാനം വൈകുന്നേരമായാൽ പാല് കറന്ന് പാലുമായി ഗുഹയിലേക്ക് എത്തും. അപ്പോഴൊക്കെ ആമിർ ഇബ്നു ഫുഹൈറ അബ്ദുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അവരുടെ കാൽപാദങ്ങളൊക്കെ മായ്ച്ചാണ് അങ്ങോട്ടെത്തുക. കാരണം ഈ കാൽപാദങ്ങൾ അറിഞ്ഞാൽ ഇവിടെ ജനവാസമുണ്ട് എന്നും ഈ വ്യക്തി എങ്ങോട്ട് പോയത് എന്നും ശത്രുക്കൾക്ക് അറിയാൻ കഴിയും. പിന്നെ അങ്ങോട്ട് പോയി പിടിക്കപ്പെടും. ഇതുകൊണ്ടായിരുന്നു. അങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുഫൈൽ ബിനു അബ്ദില്ല അൽ അസ്ദിയുടെ അടിമയായിരുന്നു ആമിർ ഇബ്നു ഫുഹൈറ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ആമിർ തുഫൈലിന്റെ വല്ലാത്ത ശിക്ഷയ്ക്ക് വിധേയമാവുകയാണ്.
വല്ലാതെ പീഡിപ്പിച്ചു. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. വലിയ വില കൊടുത്ത് മഹാനവറുകൾ ആമിറിനെ വാങ്ങുകയാണ്, വാങ്ങിയിട്ട് മോചിപ്പിച്ചെടുക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. എന്ത് തന്നെ വിഷമം വന്നാലും ഇസ്ലാമിന് വേണ്ടി സഹിച്ചോ, പിന്നെ ഒന്നും നോക്കൂല. നേരത്തെ നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞു. അപ്പോഴും ഉമയ്യത്തിന്റെ പീഡനങ്ങൾക്ക് ഇരയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച സിദ്ദീഖ് തങ്ങൾ ഇപ്പോൾ ഇതാ തുഫൈലിന്റെ പീഡനത്തിന് ഇരയായപ്പോഴും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ വില കൊടുത്ത് വാങ്ങുകയാണ്, മോചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശത്രുക്കള് എല്ലായിടങ്ങളിലും പോയി തെരഞ്ഞു മടുത്തു. എവിടെ തെരഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിടിക്കാൻ സാധിച്ചില്ല, കണ്ടെത്താനും സാധിച്ചില്ല, ഒരു വിവരവും കിട്ടിയില്ല. അങ്ങനെ ശത്രുക്കളുടെ ഈ പരക്കം പായൽ, എന്തിനാ ഈ പരക്കം പായൽ? അബൂജഹൽ പ്രഖ്യാപിച്ചു, എന്ത് 100 ഒട്ടകം മുഹമ്മദിന്റെ തലയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തരാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എനിക്ക് കിട്ടണം എന്ന പ്രതിജ്ഞയുമായി ഓരോരുത്തരും പരക്കം പായാണ്. ഒരു രക്ഷയില്ല, എവിടെ നിന്നും കിട്ടുന്നില്ല, ഒരു പിടുത്തമില്ല. അങ്ങനെ അവസാനം മെല്ലെ മെല്ലെ അന്വേഷണങ്ങളും തിരച്ചിലുകളും ഒക്കെ നിൽക്കുകയാണ്. ഇവിടെ തന്നിട്ട് എന്താ, ഒന്നും കിട്ടുന്നില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിവസം തൗർ ഗുഹയിൽ താമസിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടുത്തെ 53-ാമത്തെ ദിവസത്തിൽ 53-ാമത്തെ വയസ്സിൽ വീട്ടിൽ കയ്യും കാലും നീട്ടി ഇരിക്കേണ്ട പ്രായം. എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ പാമ്പുകളും തേടുകളും ഒക്കെ ഉള്ള ഗുഹയിൽ പോയി ഇരുന്നു? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സഹിച്ചു, വിഷമിച്ചു. ഇതെല്ലാം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കരങ്ങളിലേക്ക് അള്ളാഹു ഏൽപ്പിച്ച ഈ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ പ്രബോധന ദൗത്യം എന്റെ ഉമ്മത്തിയിലേക്ക് എത്തിക്കണം എന്ന ഒരൊറ്റ പ്രതിജ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളൂ. ഇങ്ങനെ ഒന്നും ഇടങ്ങേറാകേണ്ട ആവശ്യമില്ല. അത്രമാത്രം തങ്ങളെ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ എന്നെ ഏൽപ്പിച്ച എന്റെ ഉത്തരവാദിത്തമാണല്ലോ ഇത് എന്നും മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളി, ശനി, ഞായർ അങ്ങനെ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ശത്രുക്കളുടെ അന്വേഷണങ്ങളൊക്കെ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ചു, രാത്രിയിലേക്ക് കടന്നു. അപ്പോ തിങ്കളാഴ്ച ആയല്ലോ, തിങ്കളാഴ്ച രാമാണ്. ആ തിങ്കളാഴ്ച സൗർ ഗുഹയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. 3 ദിവസത്തിന്റെ മുമ്പ് ആ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ച് പണം കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 ഒട്ടകങ്ങളുമായി സൗറമലയുടെ സമീപത്ത് എത്തണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് സൗറമലയുടെ സമീപത്തേക്ക് വന്നു. യാത്രക്കാവശ്യമായ പാചകങ്ങളും ഭക്ഷണവുമായി എല്ലാം മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹായും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടകത്തെ കൊണ്ടുവന്ന് വെച്ചു. അതിൽ ഏറ്റവും നല്ല ഒരു ഒട്ടകം നോക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ വാപ്പയും എന്റെ ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയെ, തങ്ങൾ ഒന്ന് ഇതിൽ കയറൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു, ഇന്നി ലാ അർകബു ബഈറൻ ലൈസ ലീ, ഞാൻ അതിൽ കയറൂല. കാരണം എന്താ? കാരണം ഈ ഒട്ടകം എന്റേതല്ലല്ലോ. തങ്ങളെ മറുപടിയാണ്. അപ്പൊ തങ്ങളുടെ ഒരു സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത എന്താണ് നമുക്ക് വഴിയെ പറയാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുന്നുണ്ട്,
ഓ നബിയെ ഫഹിയ ലക യാ റസൂലല്ലാഹ് ബി അബീ അൻത വ ഉമ്മി, എന്റെ മാതാവും പിതാവും തങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നബിയെ, ഇത് തങ്ങൾക്ക് തന്നെയാണ് നബിയെ, ഇത് തങ്ങൾക്കുള്ള ഒട്ടകാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിൽ പറയുന്നുണ്ട്, അല്ലയോ സിദ്ദീഖേ, അത് വേണ്ട, നിങ്ങൾ ഇതിന് എത്ര വില കൊടുത്തിട്ടുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അതിന്റെ വില പറഞ്ഞു കൊടുത്തു. 2 ഒട്ടകങ്ങളെ 800 ദിർഹം വെച്ച് വാങ്ങിയതാണ്. അഥവാ 800 വെള്ളി നാണയം കൊടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങിയതാണ്. അവിടെ നിന്ന് 2 ഒട്ടകം വാങ്ങി. ആ 2 ഒട്ടകം, ഒന്ന് എനിക്കും ഒന്ന് എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുമാണ്. ആ വില പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 400 വെള്ളി നാണയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ സിദ്ദീഖേ, നമ്മൾ ഒരു വലിയ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങുകയില്ലേ? ഹിജ്റ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് എല്ലാറ്റിനും വലിയ കൂലി ലഭിക്കുന്ന ഒരു സംഗതിയല്ലേ? സ്വന്തം നാടും വീടും കുടുംബവും സമ്പത്തും എല്ലാം ഒഴിവാക്കി അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി സ്വന്തം നാട്ടിൽ അനുവദിക്കാതെ നിന്നപ്പോൾ അതാ 450 കിലോമീറ്ററും താണ്ടി നമ്മൾ മദീനയിലേക്ക് പോവുകയല്ലേ? ആ ഹിജ്റക്ക് അല്ലാഹു വലിയ പുണ്യം നൽകുമ്പോൾ ഹിജ്റ എന്ന് പറയുന്ന ആ വലിയ പുണ്യകർമ്മത്തിന് ഞാൻ പോകുന്ന വാഹനം കറകളഞ്ഞ എന്റെ സ്വന്തം സമ്പത്ത് തന്നെയാവണം എന്നൊരു നിയ്യത്തുണ്ട് സിദ്ദീഖേ. അതുകൊണ്ട് ഈ 400 വെള്ളി നാണയം എന്റെ അടുക്കലിൽ നിന്ന് നീ വാങ്ങണം എന്നും പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 400 വെള്ളി നാണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നു. നോക്കൂ തങ്ങളുടെ സൂക്ഷ്മത എത്രയാണ്. എന്നിട്ടോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ ഒട്ടകം വാങ്ങി. ഞാൻ വെബ്സൈറ്റിൽ ഒന്ന് അടിച്ചു നോക്കി, സൗർ ഗുഹയും സൗർ മലയും ഒട്ടകങ്ങളും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിന് വലിയ മഹത്വം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ ഒട്ടകത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ ഇങ്ങനെയാണെന്ന് ഇന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല ഒരു ഒട്ടകം, കാണാൻ എന്തൊരു ചന്തം. ഈ രൂപമാണെന്ന് എന്ന് പറയുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, വിലമതിക്കാനാവാത്ത ചരിത്രത്തിലെ ഒരു ഒട്ടകം. അല്ലാഹു ഈ മഹത്വത്തിന്റെ ബർക്കത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു തരും. ഇതാണ് ആ ഒട്ടകമെന്ന് സൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും നബി തങ്ങളുടെ ഒട്ടകമല്ല, ആ ഒട്ടകത്തിന്റെ ഒരു അംശം അഥവാ ആ ഒട്ടകത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട അതല്ലെങ്കിൽ അതിന്റെ തലമുറയിൽപ്പെട്ട ഒരു ഒട്ടകമാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഏതായിരുന്നാലും ആ ഒട്ടകത്തിന്റെ പേരാണ് അൽ ഖസ്വാ. ആ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം അറേബ്യൻ ദ്വീപിലെ ബനൂ ബുഷൈർ ഗോത്രത്തിന്റെ പുരയിലാണ്, നെടുമ്പുരയിലാണ് അത് ജനിക്കുന്നത്. എന്താണ് ആ ഒട്ടകത്തിന്റെ പ്രത്യേകത? ലോകത്ത് ഇന്നേ വരെ ഒരു ഒട്ടകങ്ങൾക്കും കിട്ടാത്ത വലിയ ഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുക. തങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്ക് എന്റെ പുറത്തും കയറ്റി പോവുക. എന്തൊരു ഭാഗ്യമാണ്. ആ ഒട്ടകത്തിന്റെ നിറം അവിടെ പരാമർശിക്കുന്നുണ്ട്. നല്ല വെള്ളയും കറുപ്പിനും ഇടയിലെ ചുവപ്പ് നിറം, വെള്ളയോട് കൂടുതൽ സാമീപ്യമുള്ളത് എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അതിന്റെ പ്രായം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 വയസ്സുള്ള സമയത്താണ്, അഥവാ ആ ഒട്ടകത്തിന് 4 വയസ്സുള്ള സമയത്ത് അതിനെ വാങ്ങി. 11 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം താമസിച്ചു. 15 വയസ്സായപ്പോ ആ ഒട്ടകം മരണപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിക്ക് സമീപം അഥവാ മദീനയിലെത്തി ബഖീന്റെ പരിസരത്ത് ആ ഒട്ടകം ഇങ്ങനെ താമസിക്കും. അതിന്റെ ഭക്ഷണം എന്താണ്? ജന്നത്തുൽ ബഖീയിലെ പച്ചിലകൾ ഇതിങ്ങനെ കഴിക്കുന്ന ഒട്ടകമാണ്. സുബ്ഹാനല്ലാഹ്.
അൽ ഖസ്വാ എന്നാണ് ഒട്ടകത്തിന്റെ പേര്. ആ ഒട്ടകത്തിന്റെ വിശേഷങ്ങൾ, ആ ഒട്ടകത്തിന്റെ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്തു, ഹിജ്റ പോയി. ബനൂ നജ്ജാർ പരിസരത്ത് പ്രവാചകരുടെ മസ്ജിദിൽ നിൽക്കുന്ന സ്ഥലത്ത് അത് മുട്ടുകുത്തുകയാണ്. പുറത്തിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്ന ഏക മൃഗം അൽ ഖസ്വാ. മാത്രമല്ല ആ ഖസ്വാ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ പോരിശ പറയേണ്ടതില്ലല്ലോ. ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ കഅബാലയം തവാഫ് ചെയ്തിട്ടുണ്ട്. ഉംറത്തുൽ ഖദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മദീനയിൽ നിന്നും വീണ്ടും അതാ മക്കം ഫതഹിന്റെ അന്ന് മക്കയിലേക്ക് വരുന്നു. ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തു. തിരിച്ച് വീണ്ടും മദീനയിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വല്ലാതെ പ്രശംസിച്ചു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇതൊരു വെറും മൃഗമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം വലിയ ഭാഗ്യം ലഭിച്ച മൃഗമല്ലേ അൽ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം. ആ ഒട്ടകം ഒട്ടകപ്പന്തയം നടത്തുന്ന സമയത്ത് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒട്ടകമാണ്. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ ആ ഒട്ടകത്തിനോട് ചേർത്തിക്കൊണ്ട് ഒരു പേര് ലഭിച്ചിട്ടുണ്ട്, സാഹിബുൻ നാഖത്തിൽ ഖസ്വാ. ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ ഉടമയാണ് തങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിന്റെ പിന്നിലെല്ലാം പ്രഗൽഭ സ്വഹാബികളെ നബി തങ്ങൾ കയറ്റിയിരുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ഈ അൽ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകമുണ്ടല്ലോ, നല്ല ലക്ഷണമൊത്ത ഒട്ടകമാണിത്. ഒരിക്കലും മറ്റു മൃഗങ്ങൾ വോട്ട് കാണിക്കുന്നത് പോലെ ഈ ഒട്ടകം വോട്ട് കാട്ടിയിട്ടില്ല, കുരുത്തക്കേട് അടിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും യാത്രക്ക് ഒരുങ്ങിയിട്ട് അങ്ങ് കടന്നുപോയാൽ അതാ കൊച്ചുകുട്ടിയെ പോലെ വഴങ്ങി ഒതുങ്ങി ഇങ്ങനെ നിൽക്കും. നിങ്ങളും എന്റെ പുറത്ത് കയറൂ എന്ന നല്ല മനസ്സോടുകൂടെ ആ ഒട്ടകം എനിക്ക് വഴങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒട്ടകമാണ്. ഏത് വാഹനത്തിൽ കയറിയാലും വഹി അങ്ങ് ഇറങ്ങുമ്പോൾ ആ വാഹനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. പക്ഷേ ഖസ്വാ എന്ന് പറയുന്ന എന്റെ ഒട്ടകമുണ്ടല്ലോ, അതിനൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ റബീഉൽ അവ്വൽ 12 വഫാത്താവുകയാണ്. ഇവിടുന്ന് വഫാത്തായപ്പോ പിന്നെ ഖസ്വായിന് ഭക്ഷണം വേണ്ട. ഭക്ഷണം കൊടുത്തു, ഇലകൾ കൊടുത്തു, പുല്ല് കൊടുത്തു, കഴിക്കുന്നില്ല. വെള്ളം കൊടുത്തു, കൈ കുടിക്കുന്നില്ല. ഞാനെന്തിന് കുടിക്കണം? എന്റെ ഹബീബ് വഫാത്തായിട്ട് ഞാനെന്തിന് വെള്ളം കുടിക്കണം? ഞാനെന്തിന് പുല്ല് തിന്നണം? ഞാനെന്തിന് ഇല കഴിക്കണം? എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. ഓ മുഅ്മിനീങ്ങളെ, സ്നേഹിക്കുന്നതാരാണ്? ഒന്നും മിണ്ടാപ്രാണിയായ ഒട്ടകമാണ്. ആ ഒട്ടകത്തിന് നബി തങ്ങൾ വഫാത്തായതിനു ശേഷം എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് ഇല വേണ്ട, എനിക്ക് പുല്ല് വേണ്ട, ഒന്നും കഴിക്കാതെ ആ ഒട്ടകമതാ വാശി പിടിക്കുകയാണ്, കണ്ണുനീരൊഴിക്കുകയാണ്. അവസാനം നബി തങ്ങളെ ഓർത്തോർത്ത് ആ ഒട്ടകത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്.
ആ ഒട്ടകം ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് വാങ്ങുന്നു. കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫയായി തിരഞ്ഞെടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഖിലാഫത്തിന്റെ സന്ദർഭങ്ങളിൽ ആ അസ്വാദ് എന്ന് പറയുന്ന ഒട്ടകം അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ആ ഒട്ടകത്തിനെ ഒരു വെറും മൃഗമാണെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി വഴങ്ങി ഒതുങ്ങി നബി തങ്ങളെയല്ലേ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തെ ചുമന്നുകൊണ്ട് നടന്ന ഒട്ടകമല്ലേ. ആ ഒട്ടകത്തിന് എന്തായാലും നാളെ സ്വർഗത്തിലെത്തുമ്പോൾ പരിഗണന കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ സാധുക്കളായ നമുക്ക് എന്ത് പരിഗണന കിട്ടും? അതുകൊണ്ട് ഈ വിശുദ്ധ റബീഉൽ വരുമ്പോൾ സ്വലാത്ത് ചൊല്ലി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹബ്ബത്ത് നമുക്ക് പിടിച്ചു പറ്റണം. അല്ലാഹുവേ, അവിടുത്തെ മുഹിബ്ബീങ്ങളിലും ആശിഖീങ്ങളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒട്ടകത്തെ 400 വെള്ളി നാണയം കൊടുത്ത് വാങ്ങുകയാണ്. ഹിജ്റ എന്ന് പറയുന്ന പ്രത്യേകമായ പുണ്യകർമ്മത്തിന് തന്റെ സ്വന്തം ചിലവിൽ പോകണമെന്ന നെയ്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങിയതാണ്. അതേ തൗർ ഗുഹയിലെ 3 ദിവസത്തെ വല്ലാത്ത പ്രയാസകരമായ താമസത്തിന് ശേഷം തിങ്കളാഴ്ച അതാ അവിടെ നിന്നും പുറപ്പെടുകയാണ്. ഒട്ടകം പുറത്തു കയറിക്കൊണ്ടാണ് യാത്ര. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഏകദേശം 450 കിലോമീറ്റർ ദൂരമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിലാണ് വഴികാട്ടി. സഹായിയും സേവകനുമായി ആമിർ ബിൻ ഫുഹൈറയുണ്ട്. യാത്രക്കാർ മക്കയിൽ നിന്നും മദീനയിലേക്ക് സാധാരണ ഉപയോഗിക്കാനുള്ള വഴി ഒഴിവാക്കുന്നു. കാരണം മറ്റു വഴിയിലൂടെ പോയാൽ ശത്രുക്കൾ പിടിക്കും. പിന്നെ ഈ ദീൻ ഉണ്ടാകില്ലല്ലോ, ഈ ദീൻ നശിപ്പിക്കുമല്ലോ. പിന്നെ സമുദ്രതീരം വഴിയാണ് പോകുന്നത്. ആ വരവിനെ കുറിച്ച് മഹാനായ വല്ലാതെ വർണ്ണിച്ച് പറയുന്നു. ഹക്കാന കോനമറാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അതാണ് കോൻ അമറാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കാവ് വിട്ട് നബി, മക്ക എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്ത് നിന്ന് അവിടെ പുറപ്പെടുകയാണ്. എങ്ങോട്ട്? ഫക്ക. ഫക്ക എന്ന് പറഞ്ഞാൽ ഫോരിഷയാകപ്പെട്ട മദീനത്തണവായി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുകയാണ്. ആറേതും എത്തിടുക ഈ അങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈരാറുമൊത്ത ഷഹർ എന്ന് പറഞ്ഞാൽ 2 × 6 എന്ന് പറയുന്നത് 12 മാസം. 12 എന്ന് പറഞ്ഞാൽ ഒരു വർഷം, അഥവാ 12 മാസം കഴിഞ്ഞതിന് ശേഷം അതാ മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഒരു കാര്യം അറിയിക്കുകയാണ്. അതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായി ഇൻഷാ അല്ലാഹ് മദീനയിൽ എത്തിയിട്ട് ബാക്കി നമുക്ക് പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ എന്ന് പറയുന്ന വല്ലാത്ത പുണ്യകർമ്മമായ ആ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഖദീദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. അവിടെ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ പിൽക്കാലത്ത് ആ വനിത മുസ്ലിമായിട്ടുണ്ട്. ആതിക എന്നാണ് ആ സ്ത്രീയുടെ പേര്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി നേരത്തെ ബദറിൽ സ്വപ്നം കണ്ട ആ ആതികയല്ല, മറ്റൊരു ആതികയാണ്. ആ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ, ആതിക എന്നും ആ ഉമ്മയെ വിളിക്കാറുണ്ട്, എന്ന സ്ത്രീയും കുടുംബവും താമസിച്ചിരുന്നു ഇവിടെ ഖദീദ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതുവഴി കടന്നു പോകുന്നവർക്കൊക്കെ ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുന്ന ശീലം ആ ഉമ്മക്കുണ്ട്. ഉമ്മയുടെ പേര് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ. അങ്ങനെ അവരുടെ അടുത്ത് എത്തിയപ്പോ ഭക്ഷണം വല്ലതുണ്ടോ
എന്ന് അന്വേഷിക്കുകയാണ്. കാരണം 3 ദിവസം അവിടെ സൗർ ഗുഹയിൽ താമസിച്ചു എങ്കിലൊക്കെ പാലും അല്പം എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ വല്ലാതെ വിഷമിച്ചു, നടന്നു വരുന്നു, വല്ലാത്ത ക്ഷീണമുണ്ട്, വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവരുടെ അടുത്ത് ഒരു മെലിഞ്ഞ ആട് മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റു ആടുകളൊക്കെ മേയാൻ വേണ്ടി കൊണ്ടുപോയതാണ്, ഇവിടെ ഒന്നുമില്ല. അവരുടെ ആ ടെന്റിന്റെ അരികിൽ മെലിഞ്ഞൊട്ടിയ ഒരു ആട്ടിൻ കുട്ടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന്റെ അകിടിലേക്ക് നോക്കിയിട്ടോ കറ പറ്റിയിട്ടുണ്ട്, പാലൊന്നുമില്ലാത്ത മൃഗം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടുകാരിയോട് ചോദിച്ചു, ഞങ്ങൾ ഇതിനെ ഒന്ന് കറന്നു നോക്കട്ടെ, നിങ്ങൾക്ക് അനുവാദമുണ്ടോ? അവിടെ നിന്ന് അനുവാദം വാങ്ങി. അപ്പൊ ഉമ്മു മഅബദ് പറഞ്ഞു, അതിന് പാലുണ്ടെങ്കിൽ നിങ്ങൾ കറന്നോളൂ. കാരണം ഒരു കറ പറ്റിയൊരു പാലിന്റെ അകിടിൽ നിന്ന് അതൊന്ന് കറക്കട്ടെ എന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഒരു തമാശ തോന്നുമല്ലോ. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നതിനും നബി തങ്ങൾ ആടിനെ കറക്കുന്നതിനൊക്കെ വലിയ മഹത്വമുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം അവിടെ നിന്ന് എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുക്കുന്നതനുസരിച്ച് മുഅ്ജിസത്ത് കാട്ടാൻ കഴിവുള്ള മഹാനാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ ആ മകനെ ഒന്ന് ഈ ആടിനൊന്ന് പിടിച്ചു തരാൻ പറയോ? അത് ആയിക്കോട്ടെ, ഞാൻ പിടിച്ചു തരാൻ പറയാം എന്ന് പറഞ്ഞു. ആ ഉമ്മു മഅബദിന്റെ മകന് വന്നു, എന്നിട്ട് ഈ ആടിനെ ഒന്ന് പിടിച്ചു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹിൽ മുബാറകതി അലാ ദറതിഹാ, അവിടത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ കറ പറ്റിയ ആടിന്റെ അകിടിൽ ഒന്നിങ്ങനെ തടവി. അതാണ് ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹിൽ മുബാറക, അവിടത്തെ ശറഫാകപ്പെട്ട ബറകത്താകപ്പെട്ട ആ കൈ കൊണ്ട് ആ അകിടിൽ ഒന്ന് തടവി. സുബ്ഹാനല്ലാഹ്, ഒരു വലിയ അത്ഭുതം. ആ സ്ത്രീക്ക് പാത്രം നിറയെ പാല് കറന്നു കൊടുക്കുന്നു. കറവറ്റിയ ആട്ടിൽ നിന്ന് എങ്ങനെയാണ് പാല് കിട്ടുന്നത്? അത് മുഅ്ജിസത്തിന്റെ കൈ കൊണ്ടാണല്ലോ കറന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ കറന്നത്. അതേ കറന്നു. കറന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരും അവരുടെ ദാഹം അകറ്റുന്നത് വരെ പാല് കുടിച്ചു. രണ്ടാമതും കറന്നതിന് ശേഷം ആ പാലതാ ഉമ്മു മഅബദിനും കുടുംബത്തിനും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് യാത്ര പോകുന്നു. തങ്ങൾ വിടുന്നു. പിന്നെ വീട്ടുകാരൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അല്പസമയം കഴിഞ്ഞു. ഭർത്താവ് ഉമ്മു മഅബദിന്റെ ഭർത്താവിന്റെ പേര് അബൂ മഅബദ് എന്നാണ്. അവര് വീട്ടിലേക്ക് എത്തിയപ്പോ ഉമ്മു മഅബദ് പറഞ്ഞു, പാല്, പാല്, അതെ പാത്രം നിറയെ പാല്. ഇതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഈ വഴിയിലൂടെ നല്ല സുമുഖനായ, ആരെയും കൊതിപ്പിക്കുന്ന നല്ല ഒരു മുഖവുമുള്ള ഒരു വ്യക്തി ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട്. നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഈ ടെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ആട്ടിനെ ഒന്ന് കറക്കട്ടെ. ഞാൻ പറഞ്ഞു, പാലുണ്ടെങ്കിൽ കറന്നോളൂ എന്ന് പറഞ്ഞു. ആ വ്യക്തി ഇങ്ങനെ കറന്നപ്പോ അത്ഭുതം, പാലിങ്ങനെ വരുന്നു. അവരും കുടിച്ചു. പിന്നെ പാത്രം നിറയെ നമുക്കും തന്നു. ഉമ്മു മഅബദ് ഇങ്ങനെ ആലോചിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വല്ലാഹി ഇന്നഹു ലസാഹിബു ഖുറൈശ്, അത് തീർച്ചയായും ഖുറൈശി ഗോത്രത്തിലെ പ്രസിദ്ധനായ ഒരാളാണ്. അവരെ കണ്ടിരുന്നെങ്കിൽ ഞാൻ പിൻപറ്റി അദ്ദേഹവുമായി ജീവിക്കുമായിരുന്നേനെ എന്നും പറഞ്ഞ് അബൂ മഅബദ് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെത്തി ഉമ്മു മഅബദും അബൂ മഅബദും വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്നും ഉമ്മു മഅബദിന്റെ പേര് ആതികയാണെന്നും അബൂ മഅബദിന്റെ പേര് അഖ്തമാണെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. റബീഉൽ അബ്റാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സമഖ്ശരി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്,
ഉമ്മു മഅബദ് എന്നവരുടെ ഖൈമയുണ്ടല്ലോ, ടെന്റുണ്ടല്ലോ, ആ ടെന്റിന്റെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നു. എന്നിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട വായയിൽ വെള്ളമൊന്ന് കൊപ്പിളിച്ചു. അതേ കൊപ്പിളിച്ചതിന് ശേഷം ഒരു ചെടിയുടെ മുരട്ടിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കഴുകി കളഞ്ഞു. എന്നിട്ടോ ആ ചെടി ഇങ്ങനെ വളർന്ന് 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 വലിയ വൃക്ഷമായി, വലിയ വൃക്ഷമായി പന്തലിച്ചു. എന്നിട്ടോ പിന്നീട് ആ വൃക്ഷത്തിന് നല്ല അംബറിന്റെ വാസനയുള്ള മരം. കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വായ. അല്ലാഹ്, എന്താണ് അതിന്റെ പവർ! അതിലേക്ക് വെള്ളം ഒഴിച്ചു, അതൊന്ന് കൊപ്പിളിച്ചു, എന്നിട്ടാണ് തുപ്പുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പാമ്പ് കടിച്ചപ്പോൾ വിഷം ഇറങ്ങിയ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീര് കലർന്ന വെള്ളം. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് അമ്പ് തട്ടിയപ്പോ ആ കണ്ണ് അതേ സ്പോട്ടിൽ വെച്ച് ഉമിനീർ പുരട്ടി അവിടെ സ്പോട്ടിൽ വെച്ചപ്പോ മറ്റേ കണ്ണിനേക്കാളും കാഴ്ച കിട്ടിയ ശറഫാക്കപ്പെട്ട ഉമിനീർ. പിന്നെയുണ്ടോ അതിന്റെ പവിത്രത പറയാ? സുബ്ഹാനല്ലാഹ്, ആ പവിത്രതയുള്ള ആ ഉമിനീര് കലർന്ന ആ വെള്ളം ഒരു ചെടിയുടെ മുരട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ മായ കൊപ്പിടിച്ചു. ആ മുരട്ടിൽ ഒഴിച്ചതിന്റെ ഫലമായിട്ട് ആ വൃക്ഷം വളർന്നു. പിന്നെ ആ വൃക്ഷത്തിന് നല്ല അമ്പറിന്റെ വാസന വരികയാണ്. പിന്നെ അതാ അതിൽ നിന്ന് പഴം വരുന്നു. തേനിനേക്കാൾ മധുരമുള്ള പഴം കായ്ച്ചു. മാത്രമല്ല, അത് ഒരു പഴം തിന്നാൽ തന്നെ അത് തിന്നുന്നവർക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ അത് തന്നെ അത് മതി. അഥവാ വിശപ്പും ദാഹവും അതോടുകൂടെ മാറുകയാണ്, രോഗങ്ങൾ ശിഫയാകുകയാണ്. ആ വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ഇലകളും അതിന്റെ പഴങ്ങളും എല്ലാം പറിച്ചു കൊണ്ടുവന്ന് പശുക്കൾക്ക് കൊടുത്താൽ, ഒട്ടകത്തിന് കൊടുത്താൽ, ആടുകൾക്ക് കൊടുത്താൽ ആ ആടുകളുടെ, പശുക്കളുടെ, ഒട്ടകങ്ങളുടെ രോഗങ്ങൾ ശിഫയാകുകയാണ്. മക്കൾക്ക് കൊടുത്താൽ നല്ല ബുദ്ധിശക്തി ഉണ്ടാവുകയാണ്, രോഗം മാറുന്നു. വല്ലാത്ത അത്ഭുതമുള്ള മരമായി. അപ്പൊ പിന്നെ നാട്ടുകാരും മറ്റും എല്ലാം ബർക്കത്തിന് വേണ്ടി അവിടെ പോകും. ആ മരത്തിൽ നിന്ന് ഇല പറിക്കും, അത് തിന്നും. പഴങ്ങളുണ്ടെങ്കിൽ അത് പറിക്കും, അതും തിന്നും. എന്നിട്ട് ആ മരത്തിന് മുബാറക്കത്ത് എന്ന പേര് ആ മരത്തിലിട്ടു. ഇപ്പോഴും ആ മരം ഉണ്ട് എന്നാണ്. ഞാൻ വെറുതെ സൈറ്റിലൊന്ന് അടിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, മൗഖിഉ ശജറത്തുൽ മുബാറക അല്ലതി ഇസ്തദല്ല ബിളില്ലിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ വൃക്ഷം ഇങ്ങനെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല, സൈറ്റിൽ ഇങ്ങനെ കാണുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പുണ്യങ്ങൾ നിറഞ്ഞ അത്തരം നല്ല നല്ല പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ ബർക്കത്തെടുക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടുത്തെ ആശിഖീങ്ങളിലും മുഹിബ്ബീങ്ങളിലും ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരും അനുഗ്രഹിക്കണം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. യാ അക്രമവേദി ചൊല്ലുകയാണ്. ചൊല്ലുമ്പോൾ പഠിച്ചവനെ അടുത്ത ആഴ്ച ആകുമ്പോൾ എന്തായാലും വിശുദ്ധ റബീഉ പിറക്കും. ആ റബീഉയോടുകൂടെ എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നല്ല കണക്ഷൻ ഉണ്ടാക്കി തരണമെന്ന നിയ്യത്തോടുകൂടെ നമ്മൾ ഒന്നടങ്കം ചൊല്ലണം. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. എല്ലാവരും അടുത്തോട്ട് വരണം. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലണം. അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. يا أكرم الخلق مالي منال به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا بك خير الخلق كلهم ولن يضيع رسول الله جاهك إذا الكريم تجلى
وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا إله بحين يقسمها تأتي على حسب عصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وبذل صحبي صلاة منك دائمة على النبي بمنهل ومنسجم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم والآل والصحب ثم تابعين له أهل التقى والنقى والحلم والكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم نهت عذبات باني ريح صبا وأطرب العيس حالي عيسي بالنغم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سيدنا رسول الله سيدنا حبيب
سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله سعد سعيد زبير طلحة وأبي عبيدة مقنع عشير بالكرم